ട്രാഫിക് കൺജഷൻ എന്ന് പറഞ്ഞിട്ട് പലയിടത്തും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്, ട്രാഫിക് കൺജഷനാണ് എന്നുള്ളത്. അതുപോലെ പൊല്യൂഷൻ കുറയും, നല്ല ശുദ്ധവായു നഗരത്തിൽ താമസിക്കുന്നവർക്ക് ശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത, ശുദ്ധവായു കിട്ടുന്ന, വെള്ളപ്പൊക്കമില്ലാത്ത, അതുപോലെ ശുദ്ധവെള്ളം കിട്ടുന്ന, ശുദ്ധജലം കിട്ടുന്ന, ആവശ്യത്തിന് കിട്ടുന്ന നഗരം. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണേലും ആശുപത്രികളാണേലും അവിടെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നു. പോകുന്ന വഴിക്ക് ബ്ലോക്കില്ല. കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫയർ എഞ്ചിൻ അവിടെ എത്താൻ പറ്റില്ല, ട്രാഫിക് ബ്ലോക്ക് കാരണോ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയല്ല പലയിടത്തും ഈ ഫ്ലാറ്റുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നതും. അതെല്ലാം ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നത് കൊണ്ട് അവിടെ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫയർ എഞ്ചിൻ വരണോ വേണ്ടോ എന്നുള്ളതിനെ പറ്റിയൊന്നും ആരും ആലോചിക്കാറില്ല. അതുപോലെ ഒരു ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തുന്നതിനുള്ള ഒരു സംവിധാനം എങ്ങനെയാണ്, അതിനെപ്പറ്റി നമ്മളധികം ചിന്തിക്കാറില്ല. വളരെ മോഡേൺ ആയിട്ടുള്ള ചില ഫ്ലാറ്റുകളിൽ മാത്രമാണ് മുകളിൽ ഒരു ഹെലിപ്പാഡും ഒക്കെ ഉള്ളത്. പക്ഷേ അത് ഇതുവരെ ആ ഒരു കൾച്ചർ കേരളത്തിൽ അങ്ങനെ അങ്ങ് ആയിട്ടുമില്ല. അപ്പോൾ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള സുരക്ഷിതത്വം, അതുപോലെ വളരെ നല്ല ശുദ്ധവെള്ളവും അതുപോലെ വെള്ളപ്പൊക്കമില്ലാത്തൊരവസ്ഥയും ഒക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, തൃക്കാക്കര എന്ന് പറയുന്ന വളരെ ഇൻഫോ പാർക്കും കളക്ട്രേറ്റും ഒക്കെയുള്ള, എറണാകുളത്തിൻ്റെ കളക്ട്രേറ്റും ഒക്കെയുള്ള ആ നഗരസഭയിൽ തന്നെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് അത് ഇവിടത്തേക്കും കൊണ്ടുപോകുന്നുമില്ല, അതവിടെ ആ വഴിക്ക് പോകാൻ പറ്റത്തില്ല. കളക്ട്രേറ്റിൻ്റെയൊക്കെ തൊട്ടടുത്താണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളോട് പറയുന്നു, ഞങ്ങൾ കളക്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്നിടുന്നു, ഇവിടുന്ന് ആരും കൊണ്ടുപോകുന്നില്ല. ഏതൊരു കരാറുകാരനെ കൊടുത്തിരുന്നു, അയാൾ കൊണ്ടുപോകുന്നില്ല. അയാൾ നേരത്തെ മൂവാറ്റുപുഴ ഏരിയയിലേക്ക് കൊണ്ടുപോയിരുന്നു, അവിടുത്തെ നാട്ടുകാർ ഉടക്കിയത് കൊണ്ട് ഇപ്പോൾ അത് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇപ്പോഴും ഇത്രയും വികസനം എന്ന് പറഞ്ഞ് നടന്നിട്ടും ഈ കേരളത്തിൽ വേസ്റ്റ് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഇതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തൊരു വലിയ പ്രശ്നമാണ്, എറണാകുളത്ത് വലിയ പ്രശ്നമാണ്, വേസ്റ്റ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സീറോ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു നയം, അതുപോലെ എനർജി പോസിറ്റീവ്, വാട്ടർ പോസിറ്റീവ് എന്നുള്ള സുസ്ഥിര വികസനത്തിൻ്റെ ചില ലക്ഷ്യങ്ങൾ ഉണ്ട്. അത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതികളുടെയും ലക്ഷ്യങ്ങളാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്ന സുസ്ഥിര നഗര വികസനം.